പാലക്കാട്ടെ ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണയുമായി എൻ.ഡി.എ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസ് രംഗത്ത് വന്നിരിക്കുകയാണ്. CPM-നെ ഈ വിഷയത്തിൽ CPI പോലും അംഗീകരിക്കാത്ത ഈയൊരു സാഹചര്യത്തിലാണ് പിന്തുണയുമായി ബി.ഡി.ജെ.എസ് രംഗത്ത് വരുന്നത്. കോൺഗ്രസും BJP-യും ഒരുപോലെ ബ്രൂവറി വിഷയത്തിൽ സമരത്തിലാണ് ഇപ്പോഴുള്ളത്. ഇതിനിടയിലാണ് ബി.ഡി.ജെ.എസിന്റെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്കും വികസന മുരടിപ്പിനും പരിഹാരമാണ് പദ്ധതിയെന്ന് ബി.ഡി.ജെ.എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം അഭിപ്രായപ്പെടുകയുണ്ടായി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് വ്യക്തമായ മുൻതൂക്കമുള്ള കമ്മിറ്റിയാണ് ആലപ്പുഴയിലെ കമ്മിറ്റി. ബി.ഡി.ജെ.എസ് ഇടതുപക്ഷത്ത് എത്തണമെന്നതാണ് വെള്ളാപ്പള്ളിയുടെ ആഗ്രഹമെന്ന വിലയിരുത്തലുകളും ഇതിനോടകം തന്നെ ഉണ്ട്. നേരത്തെ കോട്ടയത്തെ പാർട്ടി സമ്മേളനം മുന്നണി മാറ്റം അനിവാര്യമാണെന്ന പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബ്രൂവറി വിഷയത്തിൽ CPM-ന് CPI പിന്തുണ നൽകുന്നത്. പാലക്കാട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മദ്യനിർമ്മാണശാല ചേർത്തലയിലേക്ക് മാറ്റണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ മാക്ഡവൽ കമ്പനിയുടെ സ്ഥലവും സൗകര്യവും അതിനായി പ്രയോജനപ്പെടുത്തണം. മദ്യോൽപാദനത്തിന് ആവശ്യമായ സ്പിരിറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കി ഗുണനിലവാരം ഉറപ്പാക്കുക, തൊഴിലവസരം വർദ്ധിപ്പിക്കുക തുടങ്ങിയ സർക്കാർ നിലപാട് സ്വാഗതാർഹമാണ്. പഞ്ചാബിലും ഹരിയാനയിലും മധ്യപ്രദേശിലും വൻകിട മദ്യനിർമ്മാണശാലകൾ നടത്തുന്ന കമ്പനിയാണ് കേരളത്തിലേക്ക് വരുന്നത്. സംസ്ഥാനത്തിന് പ്രതിവർഷം 9.5 കോടി ലിറ്റർ സ്പിരിറ്റ് ആവശ്യമുണ്ട്. അതിന്റെ 50% മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. 1 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കാൻ 2.5 മുതൽ 9.5 വരെ ലിറ്റർ വെള്ളം ആവശ്യമാണ്. മദ്യനിർമ്മാണ കമ്പനിക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ പ്രതിവർഷം 20 കോടി ലിറ്റർ വെള്ളമെങ്കിലും വേണ്ടിവരും. അതിന് ജലലഭ്യത കുറഞ്ഞ പാലക്കാടിനേക്കാൾ ചേർത്തലയാണ് യോജിച്ചത്. നുറുങ്ങരി പുളിപ്പിച്ച് മദ്യമുണ്ടാക്കുമ്പോൾ കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ലിന് കൂടുതൽ വില കിട്ടുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഈ യോഗത്തിൽ ബി.ഡി.ജെ.എസ് ജനറൽ സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി എന്നാൽ പങ്കെടുത്തിരുന്നില്ല. CPM ദേശീയ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടിന്റെ നാടാണ് എലപ്പുള്ളി. ഇവിടെ മദ്യനിർമ്മാണശാല വരുമ്പോൾ കുടിവെള്ള പ്രശ്നമടക്കം ചർച്ചയിലുണ്ട്. എന്നാൽ CPI-യും RJD-യും അതിനെ അനുകൂലിക്കുന്നുമില്ല. മറ്റ് ഘടകകക്ഷികൾ ആരും തന്നെ നിലപാട് അറിയിച്ചിട്ടുമില്ല. ഇതിനിടെയാണ് ബ്രൂവറിക്ക് പിന്തുണയുമായി ബി.ഡി.ജെ.എസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ ബി.ഡി.ജെ.എസിന്റെ മുന്നണി മാറ്റ നീക്കങ്ങൾ കൂടിയാണെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ സജീവമായി തന്നെ ഇപ്പോഴുണ്ട്. വികസനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ വേണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനൊപ്പം ബി.ഡി.ജെ.എസ് നിലയുറപ്പിക്കുന്നു എന്നതാണ് വസ്തുത എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ബി.ഡി.ജെ.എസിന്റെ നീക്കവും ഏറെ നിർണായകമാണ്. SNDP-യുടെ പിന്തുണയുള്ളതിനാൽ തങ്ങൾ നിൽക്കുന്നിടത്ത് ഈഴവ വോട്ടുകൾ ഉറയ്ക്കുമെന്ന സന്ദേശമാണ് CPM-ന് ബി.ഡി.ജെ.എസ് നൽകുന്നത്. BJP-യുമായുള്ള ബന്ധം അവസാനിക്കുകയാണെങ്കിൽ ബി.ഡി.ജെ.എസിനെ ഇടതുമുന്നണിയിൽ എടുക്കാൻ CPM-ൽ ധാരണയുണ്ടെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇടതുപക്ഷത്തേക്ക് അടുക്കാനാണ് ബി.ഡി.ജെ.എസ് നീക്കമെന്നാണ് വിലയിരുത്തലുകളൊക്കെ തന്നെ. ബി.ഡി.ജെ.എസ് മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട്. CPM-യുമായി ചില നേതാക്കൾ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയെന്നും അതിനുശേഷമാണ് മുന്നണി മാറ്റ ചർച്ച ബി.ഡി.ജെ.എസിനുള്ളിൽ നടത്തുന്നതെന്നുമാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് BJP-യെ പിണക്കാൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് താൽപര്യക്കുറവുമുണ്ടെന്നും സൂചനകളുണ്ട്. BJP-ക്ക് മുന്നിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കും. അത് നടപ്പായില്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന തീരുമാനം എന്നതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പക്ഷമെന്നും പറയുന്നു. എന്നാൽ ഉടൻ മുന്നണി മാറണമെന്നാണ് വെള്ളാപ്പള്ളി അനുകൂലികളുടെ വാദം. ശനിയാഴ്ചയാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ വിശദമായ ചർച്ച നടക്കുന്നതാണ്. 5 നിയമസഭാ സീറ്റുകൾ നൽകിയാൽ ഇടതുപക്ഷത്തേക്ക് എത്താൻ സന്നദ്ധരാണെന്ന സന്ദേശം CPM-ന് ബി.ഡി.ജെ.എസിലെ ചില നേതാക്കൾ നൽകിയിട്ടുണ്ടെന്നുള്ള സൂചനകളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി.ഡി.ജെ.എസിന്റെ മുന്നണി മാറ്റത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും പറയുന്നു. ആലപ്പുഴയിൽ 3 നിയമസഭാ സീറ്റുകളാണ് ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ബി.ഡി.ജെ.എസിന് മത്സരിക്കാൻ അവസരമുണ്ടാകും വിധമുള്ള ഫോർമുലയാണ് ഇടതുമുന്നണിയുമായി ചർച്ച ചെയ്യാൻ ബി.ഡി.ജെ.എസ് ആഗ്രഹിക്കുന്നത്. ബി.ഡി.ജെ.എസിന്റെ നിർദ്ദേശം CPM അംഗീകരിച്ചില്ല എങ്കിൽ UDF-ന്റെ സാധ്യതയും തേടുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും കേരള രാഷ്ട്രീയത്തിൽ തുറന്നിടാനാണ് ബി.ഡി.ജെ.എസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം ശനിയാഴ്ച ചേർത്തലയിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ബി.ഡി.ജെ.എസ് മുന്നണി മാറ്റം ചർച്ച ചെയ്യാനിരിക്കുന്നത്. സംസ്ഥാന ഭാരവാഹികളോടും 14 ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാനായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. മുന്നണി വിടണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയരുന്നുണ്ട്.
9 വർഷമായി BJP-യിലും NDA-യിലും അവഗണനയാണ് നേരിടുന്നതെന്നാണ് BDJS നേതാക്കൾ ഉയർത്തുന്ന ഒരു പരാതി. NDA-യിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റു മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണമെന്നുമാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കിയിട്ടില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം.